കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. എല്ലാ ജില്ലകളിലും അഗ്രി ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റ്, ടിഷ്യൂ കൾച്ചറൽ ലാബ്, മൈത്രി ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ എന്നിവ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടം ഘട്ടമായി VFPCKയുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റ് അരികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും വലിയ പ്രാധാന്യമില്ലാണ്ടായി. കാലക്രമേണ മറ്റ് രീതികളിലേക്കെല്ലാം ഈ പാടങ്ങൾ മാറ്റിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും ആരംഭിച്ചു. ഇവിടെ ചില പഠനങ്ങളെല്ലാം ഉണ്ട്. ആ പഠനങ്ങൾ പറയുന്നത് തന്നെ മത്സ്യകൃഷി കൂടി നടത്തുന്ന ഇടങ്ങളിൽ ആ മത്സ്യകൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ അരിക്ക് ഗുണമേന്മ കൂടുതലാവുന്നു എന്നാണ്. തിരിച്ചും കുഫോസിൻ്റെ പഠനമുണ്ട്. നെൽകൃഷി നടക്കുന്ന ഇടങ്ങളിലാണ് ഏറ്റവും ഗുണമേന്മയുള്ള മത്സ്യത്തെയും ലഭ്യമായിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് അത്രമേൽ പരസ്പര പൂരകമാണ് എന്ന് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ചിലരെല്ലാം ഇതെന്ത് പഠനമാണെങ്കിലും നിങ്ങൾ അട്ടിമറിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്നവരെല്ലാം ഉണ്ട്. നിയോജകമണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാക്കനാട് നിർമ്മാണം പൂർത്തിയാക്കിയ തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം പ്രതിവർഷം 10 ലക്ഷം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ ലാബിന്റെയും കർഷകർക്ക് പരിശീലനം നൽകുന്നതിനായി നിർമ്മിച്ച മൈത്രി ട്രെയിനിംഗ് ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. VFCK CEO വി ശിവരാമകൃഷ്ണൻ, VFPCK ഡയറക്ടർമാരായ കെ ഷാജികുമാർ, കെ ഷംസുദ്ദീൻ, ട്രസ്റ്റ് ബോർഡ് മെമ്പർമാരായ VH കുമാർ, കെ രാജേന്ദ്രകുമാർ, അഡ്മിൻ ആൻഡ് ഫിനാൻസ് ഡയറക്ടർ TR തുളസി, ജില്ലാ കൃഷി ഓഫീസർ ഷെർലി സക്രിയാസ്, പ്രൊജക്ട് 1 ഡയറക്ടർ പോൾ ബെൻ എബ്രഹാം, വാർഡ് കൗൺസിലർ ഹസീന ഉമർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.